ലീഡ്. BJP 2 സീറ്റുകളിൽ മുന്നിട്ടിരിക്കുന്നു. ഒരു സീറ്റിൽ പി കെ ശശിയാണ്. ഒറ്റപ്പാലത്ത് പി കെ ശശി ലീഡ് ചെയ്യുന്നുണ്ട്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റുമാനൂർ നാട്ടകം സുരേഷ്. പക്ഷേ ഈ മണിക്കൂറിലെ ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തീർച്ചയായും ധർമ്മടത്ത് നിന്ന് തന്നെയാണ് അത് ആവർത്തിക്കേണ്ടി വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുഖമായ അബ്ദുൾ റഷീദ് ഇപ്പോഴിതാ ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയനെ പിന്നിലാക്കുന്നു. 733 വോട്ടുകൾക്ക് ഇപ്പോഴിതാ എതിർ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കേണ്ടി വരുന്ന പിണറായി വിജയനെ നമുക്ക് കാണേണ്ടി വരുന്നു എന്നതാണ് രാഷ്ട്രീയ കേരളം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ജനവിധിയാണ് നൽകുന്നത് എന്നതിന്റെ പിണറായി വിരുദ്ധത, പിണറായി വിജയനെതിരെയുള്ള ഒരു വോട്ടെടുപ്പായിട്ട് ഇത് മാറുകയാണ്. അതിന്റെ സന്ദേശമാണ് പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ള ഈ വാർത്ത. തീർച്ചയായും അതായത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പിണറായിയുടെ ഫ്ലെക്സ് ആയിരുന്നു വോട്ടായി മാറുന്നത് എങ്കിൽ പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ ആ ഫ്ലെക്സ് മാത്രം ഉയർന്ന തട്ടകത്തിൽ ഇത് അബ്ദുൾ റഷീദ് എന്ന യുവ നേതാവ് 733 വോട്ടുകൾക്ക് ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ പിന്നിലാകുക എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ചരിത്രമാണ്, അത്ഭുതമാണ്, സംശയമില്ല. 733 വോട്ടുകൾക്ക് പിന്നിലെന്ന് പറയുമ്പോൾ അബ്ദുൾ റഷീദ് എന്ന യുവ തുർക്കി പിണറായി വിജയനെ അവിടെ വിറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ തെളിയേണ്ട ഫോട്ടോ VP അബ്ദുൾ റഷീദിന്റേതാണ്. ഈ ഘട്ടത്തിൽ പിണറായി വിജയനെ പിന്നിലാക്കിയ ചുണക്കുട്ടി VP അബ്ദുൾ റഷീദ് ധർമ്മടത്ത് മുന്നിൽ. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് മുന്നിൽ നിന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഈ 9:27 ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ആരംഭിച്ച് 1 മണിക്കൂർ 27 മിനിറ്റ് പിന്നിടുമ്പോൾ ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് കേരളത്തിന്റെ ക്യാപ്റ്റനായി CPM അവതരിപ്പിച്ച വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുമെന്ന് വിചാരിച്ച പിണറായി വിജയൻ 737 വോട്ടുകൾക്ക് പിന്നിലാണ് ധർമ്മടത്ത്. കണ്ണൂരിലുടനീളം ഈ കാറ്റ് ആഞ്ഞു വീശുമോ അത് നമ്മൾ കാത്തിരുന്ന് കാണണം. കണ്ണൂരിലുടനീളം ഈ കാറ്റ് ആഞ്ഞു വീശിയാൽ അത് വലിയ തോതിലുള്ള കാര്യങ്ങൾ ഒന്നാം റൗണ്ട് പിന്നിടുമ്പോഴാണ് അത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. 100, 110, 120 സീറ്റുകളിലേക്ക് UDF വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട.